ചവറയിൽ വിവിധ കേന്ദ്രങ്ങളിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചു. ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മേക്കാട് A1 ഗ്രന്ഥശാല, ചിറ്റൂർ ഗവൺമെന്റ് UPS തുടങ്ങി വിദ്യാലയങ്ങൾ, ഗ്രന്ഥശാലകൾ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത്. ചവറയിൽ വിവിധയിടങ്ങളിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പക്ഷാചരണത്തിന്റെ ഭാഗമായി SPC വിദ്യാർത്ഥികൾക്കായി കവയിത്രിയും കുട്ടികളും എന്ന സംവാദ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിലെ മാവിൻചോട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ കവയിത്രി രശ്മി സജയൻ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാല എന്നാണ്, അതൊരു ഗദ്യ കവിതയാണ്, പദ്യ കവിതയല്ല. അറിയാലോ, ഗദ്യവും പദ്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും കവിതകൾ എഴുതാറുള്ളത്. പിന്നെ തുറന്നു പറയാം, കുറേ നാളായിട്ട് കവിതകൾ വളരെ കുറവാണ് എഴുതുന്നത്. നോവലുകളുടെയും തിരക്കഥയുടെ ഒക്കെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കവിത എഴുതാൻ സമയം തീരെ കിട്ടാറില്ല എന്ന് വേണമെന്ന് പറയാം. അതോടൊപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഇതുപോലെ നിങ്ങളെപ്പോലെ എല്ലാവരും വിളിക്കുമ്പോൾ അവിടെ പോകണം. ഇങ്ങനെ ഇനിയിപ്പോൾ അടുത്ത സ്കൂളിൽ പോകണം, ഒരിടത്തുനിന്നാണ് ഇപ്പോൾ രാവിലെ വരുന്നത്. അതുകൊണ്ട് അവന്തിക അല്ലേ, അവന്തിക എന്നോട് ക്ഷമിക്കണം, എന്നാലും ഞാൻ അവന്തികയുടെ ആവശ്യം തള്ളിക്കളയുന്നില്ല. വായനശാലയുടെ മുറ്റത്തുകൂടെ നടന്നപ്പോഴാണ് അലമാരകളിൽ നിരന്നിരിക്കുന്ന പുസ്തകങ്ങൾ കണ്ടത്. വായനശാലയുടെ മുറ്റത്തുകൂടെ നടന്നപ്പോഴാണ് അലമാരകളിൽ നിരന്നിരിക്കുന്ന പുസ്തകങ്ങൾ കണ്ടത്. MDയും ബഷീറും തകഴിയും വിജയനുമൊക്കെ ചിരിച്ച മുഖങ്ങളായി. പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. SPC CPO IGG സ്വാഗതം പറഞ്ഞു. സരിത GS, C സുഗുണൻ, TP അബൂബക്കർ, റോജ മർക്കോസ്, ആർമിനി, P ബിന്ദു, S രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ആലോചിച്ചിട്ടല്ലായിരുന്നു വന്നത്. ഇനി ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് മനസ്സിൽ ചോദിക്കാൻ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ രശ്മി മാഡത്തിനോട് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിനെല്ലാം എന്താ പറയുക, നല്ലപോലെ ഞാൻ മറുപടി പറഞ്ഞു തന്നു. ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല, ഒരാൾക്ക് ഒന്നും അറിയാതിരിക്കണമെന്നില്ല. അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് വളരെ നന്നായിട്ടാണ് മേഡം ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നത്. MDയുടെ എന്താ 4 കെട്ട്. പക്ഷെ അവിടെയും വ്യത്യാസപ്പെടുത്തി ഞാനൊരു പുസ്തകം എഴുതി. ഖസാക്കിന്റെ ഇതിഹാസം ഓവിയുടേതല്ല, രവിയുടേതാണെന്ന് പറഞ്ഞ് അയാൾ സ്വന്തമാക്കിയിരിക്കുന്നു. ആരാ രവി? ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഏക അധ്യാപകൻ. ഇവിടെ നിങ്ങൾ ഒത്തിരി അധ്യാപകരെ കാണുമ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം എന്ന തസ്രാക്കില് ഒറ്റ അധ്യാപകനായിട്ട് വന്ന ഒരാളാണ് രവി. മേക്കാട് A1 ഗ്രന്ഥശാലയിൽ വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പുസ്തക ശേഖരണവും നടത്തി. VT കുരീപ്പുഴ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഇങ്ങനെ പരിപാടി കുറിച്ച് PTനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ അവിടെ നമ്മൾ പുസ്തകങ്ങൾ കൊണ്ടു കൊടുക്കണം, ഹാൻഡ് ഓവർ ചെയ്യാം, അതോടുകൂടി പരിപാടി ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു പ്രസംഗത്തിന്റെ ആവശ്യകത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതൊരു ഞാൻ പ്രിപ്പയർഡല്ല. എങ്കിൽ വന്ന സ്ഥിതിക്ക് കുറച്ച് വാക്കുകൾ പറയാം. ഞാൻ വളരെ സന്തോഷമാണ് ഇത്രയും ആൾക്കാർ ഈ ഗ്രാമപ്രദേശത്ത് ഗ്രന്ഥശാലയിൽ വരികയും ഈ വായനാ ദിനം ഒരു നല്ല ദിവസമാക്കി തീർക്കാൻ നിങ്ങളെല്ലാവരും വന്നു പങ്കെടുത്തു എന്നുള്ളത് എന്നെ സത്യത്തിൽ അഭിനയിപ്പിക്കും. ഞങ്ങളുടെ കാവനാട് മുക്കാട് അവിടെ ഇത്ര ആക്റ്റീവായില്ല, ലൈബ്രറി ഉണ്ടെങ്കിലും ഇത്ര ആക്റ്റീവായിട്ട് ഞങ്ങൾ ഇത്രയും വ്യക്തികൾ ഒരുമിച്ച് കാണുമെന്ന് എനിക്ക് സംശയം. ഈ പറഞ്ഞത് ഞാൻ ലൈബ്രറി കൗൺസിൽ ഒരു മെമ്പറാണ്. എഡ്വേർഡ് നസ്രത്തും VT കുരീപ്പുഴയും ഗ്രന്ഥശാലയ്ക്ക് സമ്മാനിച്ച പുസ്തകങ്ങൾ താലൂക്ക് ലൈബ്രറി വൈസ് പ്രസിഡന്റ് അനിൽ പുത്തേജവും ഗ്രന്ഥശാല പ്രസിഡന്റ് രാധാകൃഷ്ണനും ചേർന്ന് ഏറ്റുവാങ്ങി. ഗ്രന്ഥശാലയ്ക്ക് പുസ്തകം കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിന് സാർ പറഞ്ഞതുപോലെ എഴുത്തുകാർ എഴുതും, പക്ഷെ അത് പുറം ലോകം കാണണമെങ്കിൽ പബ്ലിഷേഴ്സ് വേണം. അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഏറ്റവും വലിയ പ്രവൃത്തി. പലരും എഴുതി കൈവച്ചിരുന്നാൽ പബ്ലിഷ് ചെയ്യാൻ പബ്ലിഷേഴ്സിനെ കിട്ടാത്ത ആ കാലമാണ്. അപ്പോൾ ആ കാര്യത്തിൽ സാർ ചെയ്തത് ഒരു വലിയ പ്രവൃത്തിയാണ്. അതിന് ഈ ഗ്രന്ഥശാലയുടെ പേരിലുള്ള എല്ലാ അഭിവാദ്യങ്ങളും നന്ദിയും രണ്ടുപേരോടും രേഖപ്പെടുത്തുന്നു. ജെയിംസ് ജോസഫ്, VM ജോയി എന്നിവർ പങ്കെടുത്തു. ചിറ്റൂർ ഗവൺമെന്റ് UP സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. ഇടപ്പള്ളിക്കോട്ടയിലെ ഹായ് നെല്ലാംതറ അബ്ദുൽ അസീസ് മെമ്മോറിയൽ ലൈബ്രറി, സംസ്കൃതി ഗ്രന്ഥശാല, പ്രോഗ്രസീവ് ഗ്രന്ഥശാല, കുമാരനാശാൻ ഗ്രന്ഥശാല എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾ അംഗങ്ങളായി. വായനാ ദിനവും ഇതോടൊപ്പം സംഘടിപ്പിച്ച വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനവും നാടക പ്രവർത്തകനും നടനുമായ സുവർണൻ പരവൂർ
ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട് കലാകാരൻ അജി മൈലാക്കാട് മുഖ്യാതിഥിയായി. ജയചന്ദ്രൻ, നജീബ് ടി എ, ആർ എ മുരളി, ത്യാഗരാജൻ, ബിജു ടി, കെ ഹൃദയകുമാർ, എ കെ ഗണേഷ്, സിമി ബുഷ്ര, സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. SMC ചെയർമാൻ സന്തോഷ് മനയത്ത് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകൻ അനീസ് മുഹമ്മദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷാജു എച്ച് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ.